ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹുവായ് എന്ന ബ്രാൻഡിന്റെ ബഡ്സ് എന്ന വാച്ചിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഹുവായ് എന്ന ബ്രാൻഡ് റീസെന്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി സ്മാർട്ട് വാച്ച് ആണ് ബഡ്സ് എന്നുള്ളത്. ഹുവായുടെ ബഡ്സ് എന്ന് അതിന് പേര് കൊടുക്കാൻ തന്നെ കാരണം ആ വാച്ച് നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ആ വാച്ചിനുള്ളിൽ ഇയർ ബഡ്സ് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. നിങ്ങളിപ്പോ കാണുന്നത് ഹുവായ് എന്ന ബ്രാൻഡിന്റെ ബഡ്സ് എന്ന പേരിലുള്ള സ്മാർട്ട് വാച്ച് ആണ്. ഞാൻ ഈ വാച്ച് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദുബായ് പോയപ്പോ ദുബായ് മാളില് ഞാൻ ഈ വാച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അടിപൊളിയായിരുന്നു ഈ വാച്ച്. ആദ്യമായാണ് ഒരു വാച്ചിന്റെ ഉള്ളിൽ നമ്മുടെ ഇയർ ബഡ്സും സേഫ് ആയിട്ട് വെക്കാൻ പറ്റുന്ന. എന്നാൽ വാച്ചിനെ നോക്കുമ്പോൾ ആ വാച്ചിന്റെ തിക്നെസ് അതിന് മാത്രം വലുപ്പം കൂടുതലില്ലാത്ത ഒരു മോഡൽ ആയിരുന്നു ഹുവായുടെ ബഡ്സ് എന്നുള്ളത്. ഞാൻ അത് തുറന്നെല്ലാം നോക്കിയിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസില് ആ വാച്ചിന്റെ ഒപ്പം ലഭിക്കുന്ന ബഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബഡ്സ് ആണ്. അപ്പോൾ ആ ബഡ്സ് വെച്ചിട്ട് നമ്മുടെ ഫോൺ കോൾസ്, മ്യൂസിക് കേൾക്കുക, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആ ബഡ്സ് മതി എന്നുള്ള ഒരാൾക്കാണെങ്കിൽ ആ സ്മാർട്ട് വാച്ച് മേടിക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഇയർബഡ്സ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സ്പേസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാച്ച് ചാർജ് ചെയ്യണത് എങ്ങനെയാണോ ആ സമയത്ത് തന്നെ നമ്മുടെ ഇയർബഡ്സും ചാർജ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ വാച്ചിന്റെ ഇയർബഡ്സ് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെക്കാൻ വേണ്ടി ആ വാച്ച് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വളരെ സ്പീഡിൽ തുറന്നാൽ പോലും ആ ഇയർബഡ്സ് താഴെ വീഴില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇയർബഡ്സിന് ചുറ്റും ഒരു മാഗ്നറ്റിക് കോയിൽ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാച്ചുമായിട്ട് ആ ഇയർബഡ്സ് സക്കായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു ടെക്നിക്കിനെ നിംബിൾ പോപ്പ് കവർ എന്നാണ് ബ്രാൻഡ് വിശേഷിപ്പിക്കുന്നത്. ഹുവായുടെ ബഡ്സ് എന്ന് പറഞ്ഞ ഈ വാച്ച് വേൾഡ് ഫേമസ് ആയിട്ട് ഇരിക്കുന്ന ഒരു മോഡലാണ്. കാരണം ഇതൊരു പുതിയൊരു ഇൻവെൻഷൻ ആണ് വാച്ചിന്റെ ഉള്ളിൽ ഇയർബഡ്സ് വെക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെ IF ഡിസൈൻ അവാർഡ്സ് ഈ ഒരു വാച്ചിന് ലഭിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം, ഈ വാച്ചിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം റിഫൈൻഡ് സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. ഈ വാച്ചിന്റെ ക്രൗണിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹുവായ് വാച്ച് ബഡ്സ് എന്ന് എൻഗ്രേവ് ചെയ്തിരിക്കുന്നവരെ കാണാം. അതിനു പുറമെ ഒരു റിച്ച് ആൻഡ് എലഗന്റ് ലുക്ക് ഈ വാച്ചിനുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസ് ഓർണമെന്റ് ആയ ക്ലൗഡ്സ്ഡിയുടെ ഇൻസ്പിറേഷനിലാണ് ഈ വാച്ചിന്റെ ഡിസൈൻ പാറ്റേണും ലുക്സ് എല്ലാം ബ്രാൻഡ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാച്ചിന്റെ സ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 3D കർവെക്സ് ആയിട്ടുള്ള അമോലെഡ് സ്ക്രീൻ ആണ്. സ്ട്രാപ്പിൽ കൊടുത്തിരിക്കുന്നത് ലെതർ സ്ട്രാപ്പ് ആണ്. നമ്മുടെ കൈകൾക്ക് കംഫർട്ട് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. 2 കളർ ഷെയ്ഡ്സിൽ സ്ട്രാപ്പ് അവൈലബിൾ ആണ്. ഹുവായ് ബഡ്സ് വാച്ച് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഇയർബഡ്സ് ആ വാച്ചിൽ നിന്ന് പുറത്തെടുത്തിട്ട് കയ്യിൽ വെച്ച് അതിന്റെ വെയിറ്റ് ആണ് നോക്കിയത്. ഒഫീഷ്യൽ സൈറ്റിൽ ഏകദേശം 4 ഗ്രാം മാത്രമേ ഒരു ഇയർബഡിന് കനമുള്ളൂ. ഈ ഒരു വാച്ചിന്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നോവേറ്റീവ് വൈഡ് ഏരിയ ടച്ച് കൺട്രോൾ ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വാച്ചിൽ നിന്ന് ഇയർബഡ് എടുത്ത് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ബഡിലോ അല്ലെങ്കിൽ ബഡിന് മുമ്പിലുള്ള സ്കിന്നിലോ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് കേൾക്കാം, അത് പോസ് ചെയ്യാം. കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാം, കോൾ കട്ട് ചെയ്യാം. ഇതിന് പുറമെ നമുക്ക് കസ്റ്റം ടാപ്പ് സെറ്റിംഗ്സും ബഡ്സിൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെവിയിൽ വെച്ചിരിക്കുന്ന ആ ബഡ്സിലോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ചെവിയുടെ സ്കിന്നിന്റെ മുകളിൽ 3 ടാപ്പ് ചെയ്താൽ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഓപ്ഷനും ഉണ്ട് ഇതിൽ. മറ്റൊരു പ്രത്യേകത, ഫുൾ റേഞ്ച് പ്ലാനർ ഡയഫ്രം യൂണിറ്റ് ആണ് ബ്രാൻഡ് ഈ ബഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കാൻ ഇത് സഹായിക്കും. മറ്റൊരു കാര്യം ഞാനും ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ ഈ വാച്ച് നമ്മൾ കൊണ്ടു കിടക്കുന്ന സമയത്ത് ഈ വാച്ചിന്റെ ഉള്ളിൽ നിന്ന് ഇയർബഡ് എടുത്ത് നമ്മൾ ചെവിയിൽ വെച്ചു. അതിനുശേഷം നമ്മൾ ഇത് എപ്പോഴെങ്കിലും
എവിടെയെങ്കിലും താഴെ വല്ലയിടത്തും വെച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കാണാതായാൽ എന്ത് സംഭവിക്കും? കാരണം വളരെ ചെറിയ ബഡ്സ് ആണല്ലോ ഉള്ളത്. ഞാൻ പറഞ്ഞു ഇതിന് വെറും കേവലം 4 ഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ള ഓപ്ഷനും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. വാച്ച് റേസ് ചെയ്യുമ്പോൾ ഏത് ഇയർബഡ് ആണ് നമ്മൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ വാച്ചിലുണ്ട്. ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇയർബഡ് ബെല്ല് ചെയ്യും. അടിപൊളിയല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതെ പോയ ഇയർബഡ് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ഈ ഒരു ഫീച്ചർ നമ്മളെ സഹായിക്കും. ഹുവായ് ബഡ്സ് വാച്ചിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ഈ വാച്ച് നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഈ വാച്ചിന്റെ ഉള്ളിൽ തന്നെ ബഡ്സ് ഉള്ളത് കൊണ്ട് ആ ബഡ്സിലുള്ള ബാറ്ററി ലെവല് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വാച്ചിന്റെ സ്ക്രീനിൽ അറിയാൻ പറ്റും. നമ്മൾ പൊതുവെ ഇയർബഡിലൊക്കെ ചാർജ് തീർന്നു എന്ന് അറിയുന്നത് അത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു റെഡ് ലൈറ്റ് കാണുമ്പോഴാണ് അതിൽ ചാർജ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. എന്നാൽ ഈ ഒരു ബഡില് അതിന്റെ ആവശ്യമില്ല, വാച്ചിന്റെ സ്ക്രീനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെല്ലാം പുറമെ എല്ലാ സ്മാർട്ട് വാച്ചുകളിലുള്ള പോലെ സ്ലീപ്പ് ട്രാക്കർ, ഹെഡ് റേറ്റ് മോണിറ്ററിംഗ്, SpO2 മെഷർമെന്റ്, ബ്ലഡ് ഓക്സിജൻ ലെവൽ, സ്ട്രെസ് റിലീഫ് എന്നിവ പോലുള്ള മറ്റ് അനേകം ഫീച്ചേഴ്സും ഈ വാച്ചിലുണ്ട്. ഹുവായ് ബഡ്സ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. 80+ വർക്ക് മോഡ്സ് നമുക്ക് ആ ഒരു ആപ്പിൽ കാണാൻ കഴിയും. ഓഫ്ലൈൻ ആയിട്ട് ഈ സ്മാർട്ട് വാച്ചിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതിന് ചില ഉദാഹരണങ്ങളാണ് സൈക്ലിംഗ് മോഡ്, ജമ്പിംഗ് മോഡ്, എലിപ്റ്റിക്കൽ മോഡ്, റണ്ണിംഗ് മോഡ്, അങ്ങനെ അനേകം മോഡ്സ് അടങ്ങുന്നതാണ് ഇവരുടെ ആപ്പ്. അത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. വേറൊരു കാര്യം, നമുക്ക് എല്ലായ്പ്പോഴും ഇയർബഡ്സ് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഫോണിൽ പാട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്പോട്ടിഫൈ വഴിയോ യൂട്യൂബ് വഴിയൊക്കെ ആയിരിക്കും നമ്മൾ പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ റേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് പാട്ടുകളൊന്നും കേൾക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മ്യൂസിക്സോ മറ്റെന്തും നമുക്ക് ഈ ബഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് പാട്ടുകൾ വാച്ചിലേക്ക് അയക്കാം, വാച്ചിൽ അത് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ചില സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഈ വാച്ചിൽ നിന്ന് ബഡ്സിലേക്ക് നമുക്ക് പ്ലേ ചെയ്യാനും എൻജോയ് ചെയ്യാനും സാധിക്കും. അതും ഒരു അടിപൊളി ഫീച്ചർ ആണ്. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ബ്രാൻഡിന്റെ, ഹുവായ് എന്ന ബ്രാൻഡിന്റെ ബഡ്സ് വാച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചായിരിക്കും. ബാറ്ററി ലൈഫിനെ കുറിച്ച് ബ്രാൻഡ് പറയുന്നത് 3 days ആണ്. 3 hours കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഓഡിയോ പ്ലേ ബാക്ക് കിട്ടും. 2 hours നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ കോൾസിനും ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ഹുവായ് ബഡ്സിന്റെ വില എത്രയാന്നല്ലേ? പല ഓൺലൈൻ ഫോറത്തിലും ഈ ഒരു വാച്ച് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നില്ല. ദുബായില് ഞാൻ ഇതിന്റെ റേറ്റ് നോക്കിയപ്പോ ഈ വാച്ചിന്റെ വില 41,999. ഓൺലൈൻ ഫോറങ്ങളില് 49,999 എല്ലാമാണ് വിലയായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഹുവായ് എന്ന ബ്രാൻഡിന്റെ ബഡ്സ് വാച്ചിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയിലും നമ്മുടെ ഗിവ് അവേ ഓൺ പ്രോസസ് ആയിരിക്കും. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye-bye.